ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം ആവശ്യം ശക്തമാകുന്നു. കോടതി ഉത്തരവിട്ടാൽ അന്വേഷണത്തിന് തയ്യാറെന്ന സിബിഐയുടെ നിലപാടിൽ ഹൈക്കോടതിയുടെ തീരുമാനം നിർണായകം. ക്രിസ്മസ് അവധിക്ക് ശേഷം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ ഹൈക്കോടതി തീരുമാനമെടുക്കും. മിഥുൻ അയ്യപ്പൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഗുഡ് മോർണിംഗ്. നിലവിലിപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ വേണമെന്ന ആവശ്യം ശക്തമാകുകയാണല്ലോ. സിബിഐ ഈ ആവശ്യത്തോട് അനുകൂലമായ ഒരു പ്രതികരണം തന്നെയാണ് നടത്തിയിരിക്കുന്നതും കോടതി അംഗീകരിച്ചാൽ തങ്ങൾ അന്വേഷണം ഏറ്റെടുക്കാം എന്നുള്ളൊരു നിലപാടിലേക്ക് സിബിഐ എത്തിച്ചേരുമ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ? തീർച്ചയായിട്ടും ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള മാനങ്ങളുണ്ട്. അത് കൂടുതൽ വലിയ വ്യാപ്തിയിൽ അന്വേഷിക്കേണ്ടതും ആഴത്തിൽ കടന്നു ചെല്ലേണ്ടതും ഒന്ന് തന്നെയാണ്. ഇത് ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഏതെങ്കിലും അന്വേഷണ സംഘങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ രൂപീകരിക്കപ്പെട്ട SITയോ അന്വേഷിക്കുന്നതിൽ ചില പരിമിതികളുണ്ട് എന്നുള്ള ആവശ്യം ആദ്യഘട്ടത്തിൽ ഉയർത്തിയത് ഹൈന്ദവ സംഘടനകളും അതുപോലെ തന്നെ BJPയും എല്ലാമാണ്. അതേ ആവശ്യത്തിലേക്ക് കൂടുതൽ ആ ആവശ്യം അംഗീകരിക്കുന്നതിലേക്ക് അടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടം മുതൽ ഈ ആവശ്യത്തെ സംസ്ഥാന സർക്കാർ ബോധപൂർവം കണ്ടില്ലെന്ന് നടിക്കുകയും അതിനെ തഴയുകയുമാണ് ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികളുടെ ഒരു ഇടപെടൽ ഇവിടെയൊന്നും ഉണ്ടാവുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ ഇടപെടലിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾക്കോ സാധിക്കില്ല എന്നതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സ്വന്തം കൈപ്പിടിയിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു അന്വേഷണത്തെ അല്ലെങ്കിൽ ഒരു അന്വേഷണ ഏജൻസിയെല്ലാം അന്വേഷണ സംഘത്തെ എല്ലാം നിയമിച്ചുകൊണ്ട് അതിനെ നേരിട്ടിരുന്നത്. അതാണെങ്കിൽ പോലും കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഒരു അന്വേഷണ ഏജൻസി കോടതി തന്നെ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് പോലും ഈ സംഭവത്തിൽ ഉണ്ടായത് എന്നുള്ളത് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആദ്യം മുതൽ നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഘട്ടത്തിലാണ് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ അനിവാര്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നത്. കാരണം നമുക്ക് അറിയാം, അവിടുന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങളടക്കം കടത്തി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു അന്താരാഷ്ട്ര സംഘങ്ങൾക്ക് ഈ കടത്തിൽ സ്വർണ്ണ കവർച്ചയിൽ പങ്കുണ്ടോ എന്നുള്ള സംശയം കോടതി തന്നെ ഇതിൻ്റെ പല ഘട്ടങ്ങളിലും ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വിപുലമായിട്ടുള്ള അന്വേഷണവും ആഴത്തിലുള്ള പരിധികളില്ലാത്ത അന്വേഷണവും നടക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് മാത്രമേ കഴിയൂ, പ്രത്യേകിച്ച് രാജ്യാന്തര ബന്ധമെല്ലാം ഉള്ള ഒരു സ്ഥിതിക്ക് എന്നുള്ളത് സ്പഷ്ടമാണ്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ CBIയുടെ ഒരു ഇടപെടൽ ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നത് എന്നുള്ളത്. രണ്ട് പ്രധാനപ്പെട്ട ഹർജികളാണ്, അതായത് VHPയും അതുപോലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും നൽകിയ ഹർജിയാണ് ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസി ഈ വിഷയത്തിൽ അന്വേഷണം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിക്ക് മുൻപാകെയുള്ളത്. ഇതടക്കമുള്ള രണ്ട് ഹർജികൾ, ഈ രണ്ട് ഹർജികളും പറയുന്നത് ഇക്കാര്യങ്ങൾ തന്നെയാണ്. വിപുലമായിട്ടുള്ള അന്വേഷണ പരിധിയെല്ലാമുള്ള കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ഈ ഹർജിയിലെല്ലാം തന്നെ പറയുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് ഹർജികളും, അതായത് SIT ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പരിഗണിക്കുന്ന ബെഞ്ച് മറ്റൊന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈക്കോടതി ഈ ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ പരിഗണിക്കുന്ന ബെഞ്ച് മറ്റൊന്നാണ്. ഇതൊരു വലിയൊരു രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ രണ്ട് വ്യത്യസ്ത ബെഞ്ചുകളാകുമ്പോഴുള്ള ചില പ്രതികൂല സാഹചര്യങ്ങളാണ് നിലവിൽ നിൽക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് ഒരിക്കൽ പോലും സ്വീകരിക്കാനുള്ള സാധ്യത നമ്മൾ ഈ ഘട്ടത്തിൽ കാണുന്നില്ല. പ്രത്യേകിച്ച് ED അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെല്ലാം കീഴ്ക്കോടതി തടയുകയും സംസ്ഥാന സർക്കാർ അതിനെതിരെ നിൽക്കുകയും എല്ലാം ചെയ്ത ഒരു സാഹചര്യത്തിനൊടുവിലാണ് ഇപ്പോൾ EDയുടെ ഇടപെടലിലേക്ക്, അതായത് അന്വേഷണവുമായി ബന്ധപ്പെട്ട രേഖകൾ, FIRകൾ അതുപോലെ തന്നെ മൊഴികളെല്ലാം തന്നെ EDക്ക് കൈമാറാനുള്ള ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഏറെ നിയമ പോരാട്ടത്തിനൊടുവിലാണ്. അതായത് സംസ്ഥാന സർക്കാരിന് പൂർണ്ണമായിട്ടുള്ള ഒരു തരത്തിലുള്ള പിന്തുണയും ഇതിൽ ലഭിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ കേസിൽ എത്തുമ്പോഴും അത് തന്നെയായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിലുള്ള സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന ഒരു നയം. ഇപ്പോൾ അതേസമയം തന്നെ കോടതി തന്നെ നിയമിച്ചിട്ടുള്ള ഒരു SIT അന്വേഷണം തുടരുന്നതിനാൽ ഒരു
കേന്ദ്ര ഏജൻസികളുടെ ഒരു അന്വേഷണത്തിലേക്ക് കോടതി ഇപ്പോൾ തന്നെ പോകാനൊരു സാധ്യതയുണ്ടോ എന്നുള്ളതും സംശയം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നും തൃപ്തികരമല്ല എന്നതടക്കമുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായിരിക്കുന്ന സ്ഥിതിക്ക് ഈ SIT അന്വേഷണം പ്രഖ്യാപിച്ച് പൂർത്തിയായി റിപ്പോർട്ട് ലഭിച്ചാലുടൻ ഒരുപക്ഷേ CBIയുടെ അന്വേഷണം പരിഗണിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ് രോഹിണി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കൂടുതൽ സാധ്യത ഈ കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുക്കുന്നതിലേക്ക് കൂടുതൽ സാധ്യത കടന്നു വരുന്നു ഈ ഒരു ഘട്ടത്തിൽ എന്നുള്ളതാണ് നമുക്ക് ഈ നിമിഷം പറയാൻ കഴിയുന്നത്. അതെ, ശരി മിഥുൻ. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കേന്ദ്ര ഏജൻസികൾ വരണം എന്നുള്ള ആവശ്യം ശക്തമാകുകയാണ്. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.